എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കണം. നമ്മളെ ദ്രോഹിക്കുന്നവർക്കും നല്ല മനസ്സ് കൊടുക്കുവാൻ വേണം പ്രാർത്ഥിക്കുവാൻ. അന്യര് കൂടി നന്നാകണേ എന്നുള്ള പ്രാർത്ഥന ഫലവത്താകുമ്പോൾ അതുമൂലം നമുക്കാണ് ശാന്തിയും സമാധാനവും. ദിവസവും ഒരു നേരമെങ്കിലും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന മന്ത്രം ജപിക്കണം. അമ്മയുടെ ഈ വാക്കുകളിലൂടെ ലോകം മുഴുവനും സുഖം നിറയട്ടെ. മൂക്കുന്നിമലയുടെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവുമായ ഒരു ക്ഷേത്രമാണ് ഇടമല ശ്രീകണ്ഠൻ ശാസ്താ ക്ഷേത്രം. വളരെ പുരാതനമായൊരു അമ്പലമാണ്. അതായത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളൊരു അമ്പലമാണ് ഈ ക്ഷേത്രം. ഇത് ചോള കാലഘട്ടത്തിൽ നിർമ്മിച്ചതെന്നാണ് ഇതിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുന്നത്. ചോളന്മാർ തിരുവിതാംകൂർ ആക്രമിക്കാൻ വരുന്ന സമയത്ത് ഈ പ്രദേശത്ത് ഈ മൂക്കുന്നിമലയുടെ താഴ്വരയിൽ രണ്ട് മലകൾക്കിടയിൽ തങ്ങുകയും ഇവിടെ അവർ അവരുടെ ആരാധനാമൂർത്തിയെ ക്ഷേത്രം നിർമ്മിച്ച് ഇവിടുത്തെ തന്നെ പാറകൾ പൊട്ടിച്ച് കല്ല് വെച്ച് ക്ഷേത്രം നിർമ്മിക്കുകയും അതിനുശേഷം ആരാധിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് നമ്മൾ ചരിത്രങ്ങൾ പറയുന്നത്. അപ്പോൾ അത്രത്തോളം പഴമയുള്ളൊരു ക്ഷേത്രമാണ്. പിന്നീട് നൂറ്റാണ്ടുകൾ ഈ ക്ഷേത്രം തകർന്നു കിടന്നു, പൂജയില്ലാതെ നശിച്ചു കിടന്നു. പിന്നീട് ഒരു 2000 കൂടി പുതിയ കമ്മിറ്റി ആളുകൾ ഒത്തുകൂടുകയും അവിടെ ക്ഷേത്രത്തെ പുനരുദ്ധരിക്കുകയും ചെയ്തു. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ്. കേരളത്തിൽ ഒട്ടനവധി ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും ഇതുപോലെ പഴമയുടെ മഹത്വം വിളിച്ചോതുന്ന ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് മനസ്സിന് കുളിർമയും ഉന്മേഷവും പകരുന്ന ഒന്നാണ്. ശിവരാത്രി ആഘോഷമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. പണ്ട് ഈ ക്ഷേത്രം വെറും കല്ലുകൊണ്ട് പണിതതായിരുന്നു. രാജഭരണകാലത്ത് നിലനിന്നിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു എന്നതിനുള്ള തെളിവ് കൂടിയാണ് ഈ കല്ലുകൾ. പിൽക്കാലത്ത് ഈ ക്ഷേത്രം വലുതാവുകയും ഇന്ന് കാണുന്ന രൂപത്തിൽ മാറുകയും ചെയ്തു. വലിയൊരു ക്ഷേത്ര സമുച്ചയമായിരുന്നു ഇത്. ഞങ്ങൾ ഈ പുനരുദ്ധാരണം നടക്കുന്ന സമയത്തൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ പുറകിൽ JCB ഒക്കെ ഉപയോഗിച്ച് മണ്ണ് മാറ്റുമ്പോൾ വിഗ്രഹങ്ങളുടെ ഒരു കലവറ അതിനുണ്ടായിരുന്നു. കാരണം ഈ പണ്ട് കളിമണ്ണിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ പല പല രൂപത്തിലുള്ള പല ഭാവത്തിലുള്ള വിഗ്രഹങ്ങൾ നിറയെ കിട്ടുമായിരുന്നു ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ. അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു വലിയ ക്ഷേത്ര സമുച്ചയമായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. പിന്നീട് കാലാന്തരത്തിൽ അത് തരിപ്പണമായി പോവുക ഒരു സാഹചര്യമാണുള്ളത്. പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്നു ഒരു ക്ഷേത്ര നഗരം തന്നെ ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത്. അത്തരത്തിൽ ഈ ഇടമല, രണ്ട് മലകൾക്കിടയിലുള്ള ഒരു ഭൂപ്രദേശം, ആ ഭൂപ്രദേശത്ത് ഇത്തരമൊരു ക്ഷേത്രത്തിനെ അടിസ്ഥാനമാക്കി നിരവധി ആളുകൾ, നൂറുകണക്കിന് ആളുകൾ ജീവിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഐതിഹ്യം. സകല ദുരിത നിവാരണത്തിനും ഈ പ്രദേശത്തെ നിവാസികൾ ആശ്രയിക്കുന്നത് മഹാദേവനെ തന്നെയാണ്. ഉദ്ദിഷ്ട കാര്യത്തിന് സൽസന്താനങ്ങളെ നൽകുന്നതിന്, നല്ല വിവാഹത്തിന്, അങ്ങനെ മനുഷ്യന്റെ നല്ല നല്ല കാര്യങ്ങൾക്കെല്ലാം മഹാദേവൻ കൂടെയുണ്ട് എന്ന വിശ്വാസം ഇവിടുത്തെ ജനങ്ങളിലുണ്ട്. കൂടാതെ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് നവഗ്രഹങ്ങളെ പ്രത്യേകം കുടിയിരുത്തിയിരിക്കുന്ന മണ്ഡപമുള്ളത്. മഹാദേവനാണ് പ്രധാന പ്രതിഷ്ഠയെങ്കിലും തത്തുല്യ പ്രാധാന്യത്തോടെ ശാസ്താവ് അധിവസിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതുപോലെ ശ്രീകൃഷ്ണൻ, അതുപോലെ ദേവി, ഗണപതി, അതുപോലെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ഈ നാട്ടിലെ ഒരു ക്ഷേത്രമാണ്. ഈ പ്രദേശത്തൊന്നും തന്നെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളില്ല. വളരെ പൗരാണികമായും അതുപോലെ തന്നെ ദേവതാ സങ്കല്പത്തിലാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠവുമായ ഒരു ക്ഷേത്രമായി ഇടമല ശ്രീകണ്ഠ ശാസ്താ ക്ഷേത്രം ഈ നാട്ടിൽ കുടികൊള്ളുകയാണ്.
ധ്യാന രൂപത്തിലുള്ള ഒരു മഹാദേവൻ എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രതിഷ്ഠയുടെ ഭാവം എന്നുള്ളത്. ധാരയാണ് പ്രധാനപ്പെട്ട വഴിപാട്, മൃത്യുഞ്ജയ ഹോമം, അതുപോലെ തന്നെ മൃത്യുഞ്ജയാർച്ചന തുടങ്ങിയ പ്രധാനപ്പെട്ട വഴിപാടാണ്. ഒപ്പം ശാസ്താവുള്ളതുകൊണ്ട് തന്നെ നീരാഞ്ജനം ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ്. എള്ള് പായസം, നീരാഞ്ജനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ്. മഹാദേവന്റെ നടയിൽ പ്രാർത്ഥിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുമെന്ന് കരുതപ്പെടുന്നു. ഗുരുകാരുണ്യമൂർത്തി, ഗുരുകാരുണ്യമൂർത്തി, ഗുരു വർദ്ധിച്ച കാരുണ്യമൂർത്തിയാണ്. വർദ്ധിച്ച കാരുണ്യം, സർവ ലോകത്തോടുമുള്ള കാരുണ്യം, മൂർത്തിമത് ഭാവത്തെ പ്രാപിച്ചവനാണ് ശ്രീരാമൻ. പരമൻ, പരബ്രഹ്മം, പരമനാണ്. ഇങ്ങനെ വിശദമായി നമ്മുടെ ദൃഷ്ടിയെ പരമാത്മതത്വത്തിലേക്ക് ഉയർത്തിയിട്ട് നപുംസകലിംഗത്തിൽ പരബ്രഹ്മം എന്ന് വിശേഷിച്ച് പറയുന്നു. ഇത്രയും പറഞ്ഞതൊക്കെ പുല്ലിംഗത്തിലായിരുന്നു. അവിടെ നിന്നും ഉയർന്ന് കേവല നപുംസകലിംഗ പ്രയോഗത്തിൽ പരബ്രഹ്മം തന്നെയാണ് ശ്രീരാമൻ എന്ന് പറയുന്നു. പരമമായ ബ്രഹ്മം. സകല ജഗത് പ്രതിഭാസങ്ങളും ഏതൊരടിസ്ഥാന സത്യത്തിൽ നിന്നാണോ വികസിക്കുന്നത്, ആ സത്യത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ശബ്ദമാണ് ബ്രഹ്മം എന്നുള്ള ശബ്ദം. ബ്രഹ്മണം, വിപുലീകരണം എന്നർത്ഥത്തിൽ. അത് പരമസത്യം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും സകല പ്രമാണങ്ങൾക്കും ഉപരിയുള്ളതാണെന്ന് കാണിക്കാൻ പരശബ്ദം വിനിയോഗിച്ചു. അങ്ങനെ പരബ്രഹ്മം തന്നെയാണ് രാമനെന്നറിയൂ. ജഗദുദ്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ചനാരായണ ശിവാത്മകൻ. പരമാർത്ഥത്തിൽ പരബ്രഹ്മം തന്നെയാണ് രാമൻ. എന്നാൽ അതോടൊപ്പം സത്വരജസ് തമോ ഗുണങ്ങളെ ആശ്രയിച്ച് ജഗത്തിൻ്റെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ചെയ്യുന്ന ത്രിമൂർത്തികളും ഭഗവാൻ തന്നെ. അതാണ് ജഗദുദ്ഭവസ്ഥിതി പ്രളയകർത്താവായ, ജഗത്തിൻ്റെ ഉദ്ഭവത്തിനും, ഉദ്ഭവം ആവിർഭാവം, സ്ഥിതിക്കും സ്ഥിതി നിലനിൽപ്പ്, പ്രളയം വിലയിക്കൽ. ഈ ജഗത്തിനെ സംബന്ധിച്ചുള്ള നമ്മുടെ വീക്ഷണം വളരെ ശ്രദ്ധേയമാണ്. ആദ്യമായിട്ട് ജഗത്ത് ആരംഭിക്കുന്നെന്നോ അവസാനമായിട്ട് ജഗത്ത് നശിക്കുന്നു എന്നോ നമ്മൾ അംഗീകരിക്കുന്നില്ല. വൈദികമായി കാരണഭാവത്തിൽ നിന്ന് സ്ഥൂലഭാവത്തിലേക്കുള്ള ആവിർഭാവം നടക്കുന്നു. അതിനെ നമ്മൾ സൃഷ്ടി എന്ന് പറയുന്നു. അങ്ങനെ സ്ഥൂലമായ നിലകൊണ്ടത് കാരണത്തിലേക്ക് തീർത്തും വിലയിക്കുന്നു. അതിനെ നമ്മൾ പ്രളയമെന്ന് പറയുന്നു. ഈ ഉദ്ഭവവും പ്രളയവും ആവിർഭാവവും തിരോഭാവവുമാണ് സംഭവിക്കുന്നത്. അല്ലാതെ ഇല്ലാത്ത ഒന്നും പുതുതായിട്ടുണ്ടാവുന്നില്ല, ഉള്ള ഒന്നും ഒട്ട് നശിക്കുന്നുമില്ല. നശിക്കുന്നു എന്ന് പറയാം, കാണാതാകുന്നു എന്ന അർത്ഥത്തിൽ. മറിച്ച് ഇല്ലാതാകുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഇല്ലാത്ത ഒന്നും ഉണ്ടാവുന്നുമില്ല, ഉള്ള ഒന്നും ഇല്ലാതാകുന്നുമില്ല. മറിച്ച് ഓരോ കൽപ്പാദിയിലും ആവിർഭവിക്കും, ഓരോ കൽപ്പാന്തത്തിലും തിരോഭവിക്കും. ഈ ആവിർഭാവ തിരോഭാവങ്ങളെയാണ് നമ്മൾ സൃഷ്ടിയെന്നും സംഹാരമെന്നും അഥവാ പ്രളയമെന്നും ഒക്കെ പറയുന്നത്. അത് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ജഗത്തിൻ്റെ ഉദ്ഭവത്തിനും സ്ഥിതിക്കും പ്രളയത്തിനും കർത്താവായ ഭഗവാൻ
വിരിഞ്ച നാരായണ ശിവാത്മകൻ. വിരിഞ്ച ബ്രഹ്മാവ്, സൃഷ്ടിക്ക് കാരണഭൂതൻ. നാരായണൻ മഹാവിഷ്ണു, സ്ഥിതിക്ക് കാരണഭൂതൻ. അതുപോലെ ശിവാത്മകൻ, ശിവൻ പരമശിവൻ, സംഹാരത്തിന് കാരണഭൂതൻ. അങ്ങനെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതന്മാരായ ഭാവങ്ങൾ, അവയുടെ മൊത്തം സമാഹാരമാണ് ശ്രീരാമനെന്ന് മനസ്സിലാക്കൂ. ജഗദുദ്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ. അദ്വയൻ, അനാദ്യൻ, അജൻ, അവ്യയൻ, ആത്മാരാമൻ. അദ്വയനാണ്, രണ്ടാമതൊന്നില്ലാത്തവൻ. ഈശ്വര തത്വം ഏകമാണ്, അദ്വിതീയമാണ്. ഇവിടെ വേദത്തിന് ഈശ്വരനെ സംബന്ധിച്ച് ഏകൻ എന്ന് പറഞ്ഞാലും മതിയാവില്ല. അതുകൊണ്ട് എവിടെ എവിടെ ഏകൻ എന്ന് പറയുന്നുണ്ടോ അവിടെയൊക്കെ രണ്ടാമതൊന്നില്ലാത്ത ഏകൻ, അദ്വയനായ ഏകൻ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു തത്വം മനസ്സിലാക്കാതെ അനേക ഈശ്വരന്മാരെ ആദരിക്കുന്നവരാണെന്നും മറ്റും പല ധാരണാ പിശകുകളും വൈദിക ധർമ്മികളെ സംബന്ധിച്ച്, ധർമ്മത്തെ സംബന്ധിച്ചുമുണ്ട്. അറിയേണ്ടതാണ്, കോടിക്കണക്കിന് ദേവതകളുണ്ട്, എണ്ണമറ്റ ദേവന്മാരുണ്ട്. ദേവൻ 1, 2, 10 അല്ല, കോടിക്കണക്കിനുണ്ട്. എന്നാൽ അതിലൂടെ മുഴുവൻ ലക്ഷീകരിക്കപ്പെടുന്ന ഈശ്വരൻ ഏകനാണ്, അദ്വിതീയനാണ്. 2 ഈശ്വരന്മാരില്ല. അതുകൊണ്ട് എവിടെ ഈശ്വരൻ ഏകനാണെന്ന് പറയുന്നു അവിടെയൊക്കെ അദ്വയൻ, അദ്വിതീയൻ എന്ന് വേദം പറയും. രണ്ടാമതൊന്നില്ലാത്ത ഏകനാണ് ഈശ്വരൻ. അദ്വയൻ, അനാദ്യൻ, സർവത്തിനും ആദി കാരണമായതുകൊണ്ട് അവന് മറ്റൊരാദിയില്ല. എല്ലാത്തിനും ആദിയാണ്. എല്ലാത്തിനും ആദിയായ തത്വം അനാദിയാണ്, അതിന് മറ്റൊരാദിയില്ല. അതാണ് അനാദ്യൻ എന്ന് പറഞ്ഞത്. അതിന് മറ്റൊരാദി കാരണമായിട്ടില്ലാത്തവൻ. അജൻ, അതുകൊണ്ട് തന്നെ ജന്മരഹിതൻ, മറ്റൊന്നിൽ നിന്ന് ജനിച്ചതല്ല. അവ്യയൻ, ജനിക്കാത്തത് കൊണ്ട് തന്നെ നശിക്കുന്നുമില്ല. ജനിക്കുന്നതൊക്കെ നശിക്കും, ജനനവുമില്ല നാശവുമില്ല. അജൻ, അവ്യയൻ, ആത്മാരാമൻ, ആത്മാരാമ സ്വരൂപമാണ്. അങ്ങനെ രാമനെ മനസ്സിലാക്കിയാലും എന്ന് പറഞ്ഞ് രാമതത്വത്തെ ബോധിപ്പിച്ചുകൊണ്ട് ഉപദേശിക്കുകയാണ് സാക്ഷാൽ പരമേശ്വരൻ. ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു കഥ ഇന്ന് നിങ്ങളോട് പറയാൻ പോവാണ്. ആ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് കൃഷ്ണകഥകളെല്ലാം തന്നെ എല്ലാ കാലത്തും അത്യധികം പ്രസക്തമാണ് എന്നുള്ള ഒരു സന്ദേശം ആദ്യം തന്നെ പകർന്നു തരാൻ ഒരാഗ്രഹമുണ്ട്. കാരണം ഈ കാലഘട്ടം ചർച്ച ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭഗവാൻ തൻ്റെ അവതാര സമയത്ത് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന വലിയ ക്യാമ്പയിനുകളിൽ ഒന്നാണ് ഒരാളുടെ രൂപത്തെ വെച്ചുകൊണ്ട്, അയാളുടെ രൂപത്തിലുണ്ടാകുന്ന എന്തെങ്കിലും കുറവുകളെ വെച്ചുകൊണ്ട് അയാളെ പരിഹസിക്കുക, അയാളെ കളിയാക്കുക, അയാളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക തുടങ്ങിയിട്ടുള്ള ചില പ്രവണതകൾ. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനെ ബോഡി ഷെയ്മിങ് എന്ന് വിളിക്കും പൊതുവിൽ. ഈ ഒരു സമ്പ്രദായത്തിനെതിരെ ഏറ്റവും അധികം ശബ്ദമുയർത്തിയിട്ടുള്ള ഒരാളാണ് ഭഗവാൻ കൃഷ്ണൻ. ബോഡി ഷെയ്മിങ്ങിനെതിരെ, ഒരു മനുഷ്യൻ്റെ രൂപത്തിലെ കുറവുകളെ കളിയാക്കുന്നവൾക്കെതിരെ ഏറ്റവും അധികം ശബ്ദമുയർത്തിക്കൊണ്ടുള്ള ഭഗവാന്റെ ആ ഒരു കഥയാണ് ഇന്നത്തെ കഥയമമ്മയുടെ അധ്യായത്തിൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഈ കഥ നടക്കുന്നത് മധുരയിലാണ്. ഭഗവാൻ അമ്പാടിയിൽ നിന്ന് കംസന്റെ രാജധാനിയിലേക്ക് പ്രവേശിക്കുന്നു. ഭഗവാന്റെ കൂട്ടുകാരും ഏട്ടനും എല്ലാവരും ഭഗവാന്റെ കൂടെയുണ്ട്. മധുരാ നഗരം ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടി ഭഗവാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഗോപന്മാരെല്ലാവരും കൂടെ കൃഷ്ണന്റെ കൂടെ മധുരയിൽ ഇങ്ങനെ ചുറ്റി നടക്കുന്ന സമയത്താണ് അവരുടെ ഒക്കെ തന്നെ മൂക്കിലേക്ക് അത്യന്തം സുഗന്ധപരമായിട്ടുള്ള എന്തോ ഒരു വസ്തുവിൻ്റെ മണം ഇങ്ങനെ കടന്നു വരുന്നു. എവിടെ നിന്നാണ് ഇത്ര മനോഹരമായിട്ടുള്ള സുഗന്ധം വരുന്നത് എന്ന് അന്വേഷിച്ച് കൃഷ്ണനും ബലരാമനും മറ്റു കൂട്ടുകാരും ആ മണം വരുന്ന ദിക്കിലേക്കായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചു.
അവരുടെ സഞ്ചാരം ചെന്ന് അവസാനിച്ചത് ഒരു സ്ത്രീയുടെ മുമ്പിലാണ്. ആ സ്ത്രീയെ അവർ നോക്കിയ സമയത്ത് ആ സ്ത്രീക്ക് 3 വളവുകൾ ഉണ്ടായിരുന്നു. ഒരു കൂനിയായിട്ടുള്ള സ്ത്രീയായിരുന്നു. ആ സ്ത്രീ ഇങ്ങനെ നടന്നു വരികയാണ് മധുരയുടെ രാജവീതികളിലൂടെ. അവിടെ മട്ടുപ്പാവിൽ നിൽക്കുന്ന ആളുകൾ, സ്ത്രീകൾ, കച്ചവടക്കാർ, കുട്ടികൾ എല്ലാവരും ഉറക്കെ ആർത്ത് വിളിക്കുന്നത് ഭഗവാൻ കേട്ടു. എന്താ അവർ വിളിച്ചിരുന്നത്? ദാ കൂനി വരുന്നു, കൂനി വരുന്നു എന്ന് ഉറക്കെ അവരെ കളിയാക്കിക്കൊണ്ട് മുഴുവൻ ജനങ്ങളും ആർത്ത് വിളിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഭഗവാൻ അവരെ നോക്കുന്നത്. പക്ഷെ അവരുടെ കയ്യിലുള്ള സുഗന്ധം ഓരോ സമയത്തും അവരടുത്തേക്ക് വരുന്തോറും ആ സുഗന്ധത്തിൻ്റെ ആ ഒരു മനോഹാരിത ഭഗവാൻ കൂടുതലായിട്ട് ആസ്വദിച്ചു തുടങ്ങിയതാണ്. ആ സമയത്ത് ആ മധുരാവാസികൾ മുഴുവൻ കൂനി എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്ത ആ സ്ത്രീയെ ത്രിവക്ര എന്നാണ് അവരുടെ പേര്. 3 വളവുകളോട് കൂടിയവൾ എന്നാണ് അർത്ഥം. കുബ്ജ എന്നും വിളിക്കും ചില പ്രക്ഷിപ്തങ്ങളിൽ. ആ കുബ്ജയെ നോക്കി, ആ വളവുകളുള്ള സ്ത്രീയെ നോക്കി ഭഗവാൻ ഉറക്കെ വിളിക്കുന്നത് മധുരാവാസികൾ മുഴുവൻ കേട്ടു എന്നാണ്. എന്താ ഭഗവാൻ വിളിച്ചേ? ആ സ്ത്രീയെ ഉറക്കെ ഭഗവാൻ വിളിച്ചത് സുന്ദരി എന്നാണ്. ലോകത്ത് ആദ്യമായിട്ടാണ് ഒരാള് തന്നെ സുന്ദരി എന്ന് വിളിക്കുന്നത് ത്രിവിക്ര കേൾക്കുന്നത്. എവിടെ നിന്നാണ് ഈ ശബ്ദം വന്നത് എന്ന് നോക്കി കണ്ടു ഭഗവാനെ. ഓടിച്ചെന്നു ആ കാലുകളിൽ നമസ്കരിച്ചു. ഉടനെ തന്നെ ഭഗവാൻ പിടിച്ചെണീപ്പിച്ചു. നിന്റെ ഈ വിരൂപമൊന്നും ഒരു കുഴപ്പമില്ല, ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. നീ പരമസുന്ദരിയാണ്. നിന്റെ മനസ്സിൻ്റെ സൗന്ദര്യം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് സുന്ദരി, നീ നിന്റെ കയ്യിലുള്ള ഈ കളഭവും സുഗന്ധ വസ്തുക്കളും എനിക്ക് തരുമോ എന്നാണ് ചോദിച്ചത്. ത്രിവക്ര ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, ഇതൊക്കെ കംസന് കൊടുക്കാനുള്ളതാണ്. കംസന്റെ കുറിക്കൂട്ടുകളാണ്. കംസൻ ദേഹത്തണിയുന്ന സുഗന്ധ ലേപനങ്ങളാണ്. ഇതൊക്കെ അവന് കൊടുത്ത് ഞാൻ നിരവധിയായിട്ടുള്ള പാപങ്ങൾ ചെയ്തു. അവനാണ് ഞാൻ ഇതൊക്കെ കൊണ്ടുപോയി കൊടുത്തത്. ഭഗവാനെ, അങ്ങ് വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇതൊക്കെ അങ്ങേക്കുള്ളതാണ് എന്ന് പറഞ്ഞ് ഭഗവാനെ സമർപ്പിച്ചു. അപ്പോഴും ഭഗവാൻ എന്താ വിളിച്ചേ? സുന്ദരി, എനിക്ക് എങ്ങനെയാണ് നിന്നോട് നന്ദി പറയേണ്ടതെന്ന് അറിയണില്ല. ഇത്രയധികം മനോഹരമായിട്ടുള്ള സുഗന്ധമുള്ള വസ്തുക്കൾ നീ എനിക്ക് തന്നല്ലോ. നിന്നെ ഞാൻ അനുഗ്രഹിക്കാം. നിനക്ക് എന്താണ് വേണ്ടത്? നിന്റെ ഈ വൈരൂപ്യം ഞാൻ മാറ്റി തരണോ എന്നാണ് ചോദിച്ചത്. ഭഗവാനോട് അവരൊരിക്കലും പറഞ്ഞില്ല, ഭഗവാനെ എൻ്റെ കൂന് മാറ്റി തരണേ എന്ന്. എന്നും അങ്ങയുടെ ഒപ്പം താമസിക്കാൻ, അങ്ങയെ കൂടെ കിട്ടാൻ എന്നെ അനുഗ്രഹിക്കണേ എന്നാണ് ആ ഭക്ത പറഞ്ഞത്. ഭഗവാൻ അവരുടെ കൂന് മാറ്റി അവരോടൊപ്പം താമസിച്ചു മധുരയിൽ കുറച്ച് ദിവസം. അപ്പം എന്താണ് ഭഗവാൻ ഈ കഥയിലൂടെ നമ്മളോട് പറയാൻ ശ്രമിച്ചത്? ഭഗവാന് രൂപത്തിലുള്ള കുറവുകളൊന്നും ഒരു ഘടകമേ അല്ല എന്ന് മനസ്സിലാക്കുക. ഭഗവാനെ ഭക്തിയോടുകൂടി കാണുന്ന ആർക്കും ഭഗവാനെ പ്രാപ്തരാക്കാൻ സാധിക്കും. അതിൽ തന്നെ ഭക്തിയുടെ വശം നമ്മൾ മാറ്റിവെച്ചാൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഇങ്ങനെ കുറേ മനുഷ്യരുണ്ട്. പലതരത്തിലുള്ള അവശതകളുള്ള ആളുകൾ, വൈരൂപ്യമുള്ള ആളുകൾ, കണ്ണിന് ബുദ്ധിമുട്ടുള്ള ആളുകൾ, പല്ല് കുറച്ച് പുറത്തേക്ക് വന്ന ആളുകൾ, ഇവരെയൊക്കെ കളിയാക്കുന്ന മനുഷ്യർക്കൊന്നും തന്നെ ഭഗവാന്റെ ഹൃദയത്തിൽ സ്ഥാനം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. ഭഗവാൻ എപ്പോഴും ചേർത്ത് പിടിക്കാനാണ് പറയുന്നത്, അവരെ കൂടെ കൂട്ടാനാണ് പറയുന്നത്. ഭഗവാൻ വെറുതെ പറയുകയല്ല ചെയ്തത്, തൻ്റെ അവതാരം ഉണ്ടായ സമയത്ത് അത് പ്രത്യക്ഷത്തിൽ ചെയ്ത് കാണിച്ചു തന്നു. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള മനുഷ്യരെ ഒപ്പം നിർത്തേണ്ടത്, എങ്ങനെയാണ് അവരെ പരിഗണിക്കേണ്ടത്, എങ്ങനെയാണ് അവർക്ക് ആശ്വാസം നൽകേണ്ടതെന്ന് പ്രത്യക്ഷത്തിൽ നമ്മളെ പഠിപ്പിച്ച ആളാണ് ഗുരുവായൂരപ്പൻ. അതുകൊണ്ട് ഭഗവാന്റെ ഭക്തരായിട്ട് വിശ്വസിക്കുന്ന, ഭഗവാന്റെ ഭക്തരാണെന്ന് ഉറക്കെ പറയുന്ന നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്താണ്? ആത്യന്തികമായിട്ട് ഇത്തരത്തിലുള്ള വൈരൂപ്യമുള്ള ആളുകൾ, വൈരൂപ്യം എന്ന് പറയുന്ന ഒന്നേ ഇല്ല, ഇനി അങ്ങനെ ഒന്ന് ഉണ്ടെങ്കിൽ അത് പ്രകടമാകുന്നു എന്ന് പറയപ്പെടുന്ന മനുഷ്യരെ എപ്പോൾ നമ്മൾ ഒപ്പം നിർത്തുന്നുണ്ടോ, എപ്പോൾ നമ്മൾ അവരെ ചേർത്ത് പിടിക്കുന്നുണ്ടോ, എപ്പോൾ അവർക്ക് വേണ്ടി നമ്മുടെ സമയം നമ്മൾ മാറ്റിവെക്കുന്നുണ്ടോ, അപ്പോഴേ യഥാർത്ഥത്തിൽ കൃഷ്ണഭക്തരാണ് ഞങ്ങൾ എന്ന് പറയാനുള്ള അവകാശം നമുക്കുണ്ടാവുന്നുള്ളൂ. അതുകൊണ്ട് ബോഡി ഷേമിങ്ങിനെതിരെ ഏറ്റവും ഉറക്കെ ശബ്ദമുയർത്തിയ ആ ഗുരുവായൂരപ്പനെ നമുക്ക് നമ്മുടെ മനസ്സിൽ ചേർത്ത് വയ്ക്കാം. ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെയൊക്കെ തന്നെ ഞങ്ങളും നിങ്ങളും കൃഷ്ണന് പ്രിയപ്പെട്ടവരാണ്, നമ്മൾ ഒരുമിച്ചാണ് നിൽക്കേണ്ടത് എന്നുള്ള വലിയ വാക്യം അവരിലേക്ക് എത്തിച്ച് സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് അവരെ കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കണം. നിങ്ങളൊരു 1000 വെണ്ണക്കുടങ്ങൾ ഭഗവാന് കൊടുക്കുന്നതിനേക്കാൾ, 1000 ഓടക്കുഴലുകൾ ഭഗവാന് കൊടുക്കുന്നതിനേക്കാൾ, 1000 കിലോൻ്റെ കിരീടം ഗുരുവായൂരപ്പന് കൊടുക്കുന്നതിനേക്കാൾ അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ഭഗവാൻ കൂടുതൽ സന്തോഷിക്കുക എന്നെനിക്ക് തോന്നുന്നു. ആ ഒരു സന്ദേശം നമ്മളിലേക്ക് എത്തിക്കാനാണ് ത്രിവക്രയുടെ കഥ ഇവിടെ നമ്മൾ അനുസ്മരിച്ചത്.
അമിതഗുണവാനാം നൃപതി ദശരഥനമലനയോധ്യാധിപതി ധർമാത്മാ വീരൻ അമിതകുലവരതുല്യനാം സത്യപരാക്രമനങ്കജസമൻ കരുണാരത്നാകരൻ. ആര്യപുത്രൻ എന്താ ശീലായ്മയാണോ? ആകെ ക്ഷീണിതനാണല്ലോ. ആര്യപുത്രന്റെ ശീലായ്മ ശരീരത്തിനല്ല, മനസ്സിനാണ് കൈകേയി. എന്താ ഇപ്പോ പെട്ടെന്നിങ്ങനെ? പെട്ടെന്നല്ലല്ലോ സുമിത്രേ, കാലങ്ങളായുള്ള മനക്ലേശമല്ലേ. ദേവേന്ദ്രൻ പോലും അർത്ഥാസനം നൽകി ആദരിക്കുന്ന ആര്യപുത്രന്റെ മനക്ലേശം മാറ്റാൻ ദേവന്മാർ തന്നെ വരില്ലേ കൗസല്യാദേവി? ദേവന്മാർക്ക് പോലും പരിഹരിക്കാൻ കഴിയാത്ത ദുഃഖങ്ങളുണ്ട് ദേവി കൈകേയി. അനവത്യ ദുഃഖം. അത് പരിഹരിക്കാൻ ഒരു ദേവന്മാർക്കും കഴിയില്ല. സൂര്യവംശ രാജാക്കന്മാർ പുത്രജനനത്തിനായി കഠിനവ്രതം അനുഷ്ഠിച്ച ചരിത്രമുണ്ട്. നാമും അതിനൊരുക്കമാണ്. ആര്യപുത്ര, ഉത്തമ പുത്രജനനത്തിനായി അങ്ങ് ഏത് കഠിനവ്രതം അനുഷ്ഠിച്ചാലും അങ്ങയുടെ ധർമ്മപത്നിമാരായ ഞങ്ങൾ മൂവരും ഒപ്പമുണ്ടാവും. അതെ മഹാരാജൻ, ഞങ്ങൾ ഏത് വ്രതാനുഷ്ഠാനത്തിനും സന്നദ്ധരാണ്. വ്രതാനുഷ്ഠാനത്തിനു മുമ്പ് രാജഗുരു വസിഷ്ഠ മഹർഷിയോട് ഉപദേശം തേടുന്നത് ഉചിതമായിരിക്കില്ലേ? അതെ, വസിഷ്ഠ മഹർഷിയെ കാണുക തന്നെ, അദ്ദേഹത്തിന്റെ ഉപദേശം തേടുക തന്നെ. പ്രണാമം ഗുരു. പ്രണാമം മഹാരാജൻ. അയോധ്യാധിപതി പത്നിമാരെയും കൊണ്ട് നമ്മുടെ ആശ്രമത്തിലെത്തുമ്പോൾ അത് രാജകാര്യമല്ല എന്ന് നമുക്ക് ഊഹിക്കാനാകുന്നു. അതെ മഹർഷി, ഇത് രാജകാര്യമോ ദേവകാര്യമോ അല്ല, കുടുംബകാര്യമാണ്. പറഞ്ഞാലും മഹാരാജൻ, നമുക്ക് സാധിക്കുന്ന വിധത്തിൽ നാം പരിഹാരം നിർദ്ദേശിക്കാം. കൗസല്യദേവിയെ വരിച്ചതു മുതൽ നമ്മുടെ മനസ്സിനെ അലട്ടുന്ന ദുഃഖം, അത് പരിഹരിക്കാൻ കൈകേയിക്കോ സുമിത്രയ്ക്കോ സാധിച്ചില്ല. പുത്രദുഃഖം അല്ലേ? അതെ മഹർഷി, അത് മാത്രമാണ് നമ്മുടെ മനസ്സിനെ അലട്ടുന്ന ദുഃഖം. അതിനൊരു പരിഹാരം അങ്ങ് കാണണം. പുത്രനില്ലാത്തൊരുവന് ഈ രാജ്യവും സമ്പത്തും ഉണ്ടായിട്ട് എന്താണ് ഉപയോഗം? ഭാര്യാസുഖം പോലും ദുഃഖകരമാണ്. അതെ മഹാരാജൻ, അങ്ങ് പറയുന്നതിൽ സത്യമുണ്ട്. പക്ഷേ അങ്ങ് ദുഃഖിക്കേണ്ടതില്ല. വൈകിയാണെങ്കിലും അങ്ങേക്ക് പുത്രന്മാരുണ്ടാകും. ഒന്നല്ല, 4 പേർ, 4 സൽപുത്രന്മാരെ കൊണ്ട് ദശരഥ മഹാരാജാവും ഈ അയോധ്യാപുരിയും സമ്പന്നമാകുന്ന നാൾ അതിവിദൂരമല്ല. അതിനായി അങ്ങൊന്ന് ചെയ്യണം. പറയൂ മഹർഷി, എന്ത് ചെയ്യാനും നാം ഒരുക്കമാണ്. പറഞ്ഞാലും. യാഗം ചെയ്യണം, പുത്രകാമേഷ്ടി യാഗം. അതിന് വിഭാണ്ഡകന്റെ പുത്രനായ ഋഷ്യശൃംഗനെ വരുത്തണം. അങ്ങനെ ആ യാഗം കഴിയുന്നതോടെ അങ്ങേക്ക് പുത്രന്മാരുണ്ടാകും. ഈ വ്യസനമെല്ലാം അകലും. പ്രണാമം മഹർഷേ. അങ്ങേ പോലെ ഒരു മഹാഋഷിവര്യൻ ഇരുന്നരുളുന്ന ഈ അയോധ്യയിൽ വെറും യജ്ഞാചാര്യനായ നമ്മെ ക്ഷണിച്ചതിന്റെ കാരണമാണ് വന്ന നാൾ തൊട്ട് നാം ചിന്തിക്കുന്നത്. ഇന്ദ്രകോപത്താൽ വരണ്ടുണങ്ങിയ അംഗരാജ്യത്ത് മഴ പെയ്ച്ച അങ്ങയുടെ കീർത്തി, അതാണ് അടിസ്ഥാനം. അനപത്യ ദുഃഖത്താൽ നീറിപ്പോയ അയോധ്യാധിപന് പുത്രോൽപത്തിയുടെ മഴ ചൊരിയാൻ അങ്ങേക്കേ സാധിക്കൂ എന്ന് നാം വിചാരിച്ചു. നമ്മുടെ നിർദ്ദേശപ്രകാരമാണ് മഹാരാജാവ് അങ്ങയെ ക്ഷണിച്ചു വരുത്തിയത്. പ്രണാമം മഹർഷി. പ്രണാമം. നമ്മുടെ മനസ്സിൽ ആനന്ദം കളിയാടുകയാണ്. ഈ അയോധ്യയെ നിത്യാനന്ദം പകരുന്നതിനായി നമുക്ക് സത്പുത്രൻ ജനിക്കുന്നുവെന്ന് സ്വപ്നദർശനമുണ്ടായിരിക്കുന്നു. അശ്വമേധയാഗം
ശുഭകരവും ഫലദായകവുമാണെന്ന് നാം മനസ്സിലാക്കുന്നു. ഇതാ യാഗശാലയിൽ പുത്രകാമേഷ്ടി അതിൻ്റെ ഫലപ്രാപ്തിയോടടുക്കുന്നു. അയോധ്യാധിപതിക്ക് തീർച്ചയായും സൽപുത്രൻ ജനിക്കുന്നതാണ്. അതിനുള്ള ദേവനിയോഗം ഇന്നു തന്നെ ഉണ്ടാകും. അല്ലയോ മഹാരാജൻ, നാം ബ്രഹ്മദൂതൻ. പ്രജാപതിയായ ബ്രഹ്മദേവൻ അങ്ങയുടെ പുത്രശോകത്തിന് പരിഹാരം കാണാൻ നമ്മെ അയച്ചിരിക്കുകയാണ്. അങ്ങേക്ക് നമസ്കാരം. ഇക്കാര്യത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത്? മഹാരാജൻ, അങ്ങയുടെ യാഗത്തിലും പൂജകളിലും ദേവന്മാർ പ്രസാദിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ സത്ഫലം അങ്ങയ്ക്ക് സിദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദേവദത്തമായ ദിവ്യപായസമാണിത്. അങ്ങയുടെ ഭാര്യമാർക്ക് നൽകണം. അതിലൂടെ അവർക്ക് വംശരക്ഷകരായ പുത്രന്മാർ ജനിക്കുന്നതാണ്. ഇതാണ് അയോധ്യയുടെ സ്വപ്നസാഫല്യത്തിന് ദൈവദത്തമായി ലഭിച്ച പായസം. വരൂ, നിങ്ങൾക്ക് രണ്ടുപേർക്കും നാം തന്നെ ഇത് നൽകുന്നതാണ്. പ്രഭു, അയോധ്യയുടെ സ്വപ്നം സഫലമാകട്ടെ. ദേവനിയോഗം സാർത്ഥകമാകട്ടെ.